ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു വള്ളംകളി ദിവസത്തെ വ്ളോഗായാലോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴേക്കും അമ്മ അപ്പവും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പത്തിൻ്റെ രൂപത്തിനും ഭാവത്തിനും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പം കുളമായിപ്പോയതാണ്. അത് കഴിഞ്ഞപ്പോഴേക്ക് കൊച്ചച്ഛൻ ഒരു റെസ്റ്റോറൻറ്റും ഷോപ്പും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ കാലാപാനി എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അവിടെ നിന്ന് നമുക്ക് ചെത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ രണ്ടാമത്തെ മാമനും മമ്മിയൊക്കെ വന്നപ്പോഴേക്കും ഇന്നലെ രാത്രി ആയിരുന്നല്ലോ. അപ്പോൾ അവർ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയില്ലല്ലോ, അവരൊക്കെ ആയിട്ട് പോയി. അപ്പോൾ താറാവിനെയൊക്കെ കണ്ട്. പിന്നെ ഞാനൊരു പൂ പറിച്ചപ്പോഴേക്കും ഇവൻ്റെ മെയിൻ ഹോബി എന്നെ ചൊറിയണം. അവന് എന്നെ ചൊറിഞ്ഞില്ല ഉറക്കം വരത്തില്ല. അതെങ്ങനെയും ആ പൂവ് അവൻ പിച്ചി പറിച്ച് ദൂരെ കളയണം, അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. നാടൊക്കെ തെണ്ടി കുഴങ്ങിയപ്പോഴേക്കും വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ നേരത്താണ് നമ്മൾ ഒരു സ്ഥലം എത്തിയപ്പോഴേക്കും അവിടെ മൊത്തം ഓണത്തുമ്പികളാണ്. വീഡിയോസ് കാണുന്നതിനെക്കാട്ടും കൂടുതലുണ്ട്. വീഡിയോസിൽ അതിനെ ക്ലിയർ ആയിട്ട് കാണാൻ മേലാത്തതാണ്. ഈ മരത്തിൻ്റെ ചുറ്റിനും താഴെയും മേളിലും ഒക്കെ ഓണത്തുമ്പികളാണ്. പിന്നെ കുറേ നേരം അവിടെ വായും പൊളിച്ച് നിന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇന്നലെ ഞാനിട്ട വ്ളോഗിലുണ്ടല്ലോ, നമ്മൾ കുറേ നേരം കാലൊക്കെ നനയ്ക്കാനിരുന്ന കളവി പിന്നെയും വന്നു. കാരണം നമ്മൾ ഈ മാമി ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്നും നമ്മൾ മാമിമാരൊക്കെ ആയിട്ട് കുറേ നേരം വന്ന് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കൊക്കെ തേങ്ങയൊക്കെ ഒഴുകി വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തൊട്ടപ്പുറയായിട്ടാണ് വള്ളംകളി കിടക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന ബോട്ടൊക്കെ ജസ്റ്റ് ഇതിലേക്കൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോകും. ചില ബോട്ടൊക്കെ പകുതിക്ക് വരുമ്പോഴേ വളച്ചങ്ങ് പോകും. അങ്ങനെ നമ്മൾ ബോട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ മാമന്മാർ വന്നു. ആ പച്ചക്കിറ്റി കാണുന്നുണ്ടല്ലോ, അതിനകത്തും ഒരു മുട്ടക്കാട്ടം വരാലാണ്. സത്യം പറഞ്ഞ് ഇത്രയും വലിയ വരാലിനെ ഇതുവരെ കണ്ടിട്ടില്ല. അവർ ചൂണ്ടിയിട്ട് പിടിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മളും പുറകിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേറൊരു മാമൻ തായ്ലാൻഡിൽ ടൂർ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നപ്പോഴേക്കും കുറേ മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ചോക്ലേറ്റിൻ്റെ ഒരു ഉണ്ട, ആ ഒരു മിഠായി, പിന്നെ പല്ല്, കണ്ണ്, കല്ല്, അതുപോലെ കുറേ ജെല്ലി പോലത്തെ മിഠായികളുണ്ടായിരുന്നു. ഈ കൈ ഉണ്ട്, ഈ ഒരു കൈയുടെ ഓണറാണ് നമുക്ക് മിഠായി കൊണ്ടുവന്നത്. എൻ്റെ കൈയുടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ പ്രത്യേകം പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചാണ്. അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ എന്തൊക്കെ ശ്രദ്ധിച്ചാലും ആ ഒരു കൈ ശ്രദ്ധിക്കണം. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എല്ലാ മിഠായിന്ന് ഒരു മിഠായി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പല്ലിൻ്റെ മിഠായി ഉണ്ടല്ലോ, അത് മാത്രമേ ഞാൻ കഴിക്കാത്തേ ഉള്ളൂ. ഈ ഒരു കണ്ണിൻ്റെയും ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമല്ലോ ഒരുമാതിരി ചിക്കൻ ബോക്സിൻ്റെ ഒരുപോലെ ഇരിക്കുന്ന സാധനം. അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമേ അല്ല. ആ ഒരു ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കടിച്ചു നോക്കിയപ്പോഴേക്കും സൂപ്പറായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ വള്ളംകളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പാലം കണ്ട് ഞാൻ കുഞ്ഞിലേ തൊട്ട് കയറുമ്പോൾ ഇങ്ങനെ എണ്ണി കയറുന്നൊരു സ്റ്റെപ്പായിരുന്നു. അതിപ്പോൾ കയറിയാലും ഞാൻ സ്റ്റെപ്പിൻ്റെ എണ്ണിക്കൊണ്ടേ കയറത്തുള്ളൂ. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു വിധത്തിലെത്തിയിട്ട് നിൽക്കാമല്ലോ. ഒന്നാമത്തെ കാര്യം വെയിൽ, നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ല. പിന്നെ എല്ലാവരും കുടയൊക്കെ കൊണ്ട് ചുമ്മാ തലക്കിട്ടൊക്കെ കുത്തുന്നു. നിൽക്കാൻ മേലെ നമ്മൾ തിരിച്ച് നേരെ പാലത്തിലോട്ട് കയറിയിട്ട് പാലത്തിൽ നിന്ന് കാണാമെന്ന് വിചാരിച്ചു. പാലത്തിൽ വലുതായിട്ട് ആളുകളൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്നപ്പോഴേക്ക് ഫിനിഷിംഗ് പോയിന്റ്